കൊറേ നാളായില്ല ഒരു കഥ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട്. ഒന്ന് പറഞ്ഞേ. അത് ശരിയാ. ഓ, എന്ത് ചെയ്യാനാണ്? ആധാർ എടുക്കാൻ പോണം, അത് ലിങ്ക് ചെയ്യാൻ പോണം. എന്റെ മക്കളെ അതിന്റെ പുറകെ ഒരു 5-6 മാസം പോയി. പിന്നെ എവിടെ നിന്നാണ് മക്കളെ കഥ പറയാൻ നേരം? അപ്പ അമ്മൂമ്മ ബെഡായി പറഞ്ഞാണല്ലേ. ഇത്രയൊക്കെ പറഞ്ഞതല്ലേ, ഒരു കഥ പറഞ്ഞതാ. ഞാനൊക്കെ പഠിക്കാൻ പോയ കാലത്തെ ഒരു സത്യസന്ധര വിറകുവെട്ടുകാരന്റെ കഥയുണ്ടായിരുന്നു. എന്നാ പറ കേക്കട്ടെ. ആ, അത് ഞാനിപ്പോ പറഞ്ഞുതരാം. ആ വിറകുവെട്ടുകാരനെ കാറ്റിന്റെ അരികിൽ ചെന്ന് നിന്നുണ്ട് വിറക് വെട്ടാൻ തുടങ്ങി. വിറക് വെട്ടിക്കൊണ്ട് നിന്നപ്പോഴേ പെട്ടെന്ന് അയാക്കടെ കോടാലിയെ ആറ്റാട്ട് വീണു. അയാള് തൊട്ടങ്ങി ഒരു ഇടിയും കരച്ചിലും, എന്റെ കോടാലി പോയേ, എന്റെ കോടാലി പോയേ എന്ന് പറഞ്ഞ്. അപ്പ വെള്ളത്തിൻ്റെ ഒരു ദേവത പൊങ്ങി അങ്ങാട് വന്നു. പെട്ടെന്ന് ദേവത അങ്ങടെ പ്രത്യക്ഷപ്പെട്ട് അങ്ങനെ വിറകെട്ടുകാരോട് ചോദിച്ചു, താൻ എന്തിനാ കരയണേന്ന് ചോദിച്ചു. എന്റെ കോടാലി പോയേ, എന്റെ കോടാലി പോയേ എന്ന്. അങ്ങനെ ദേവത പെട്ടെന്ന് അങ്ങാട് വെള്ളത്തിലോട്ട് പോയി. പൊങ്ങിങ്ങട് വന്നപ്പോ നല്ല സ്വർണ്ണ കളറുള്ള കോടാലി. ഇന്നാ നിന്റെ കോടാലി എന്ന് പറഞ്ഞു. അപ്പൊ വിറകുവെട്ടുകാരൻ പറഞ്ഞു, എനിക്ക് വേണ്ട, ഇതിന്റെ കോടാലിയല്ല. എനിക്ക് വേണ്ട, ഇതിന്റെ കോടാലിയല്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് അയാൾ നോക്കിച്ച് പിന്നെ അങ്ങോട്ട് പൊങ്ങിപ്പോയി. പിന്നെ ഇങ്ങോട്ട് പൊങ്ങി വന്നത് ഒരു വെള്ളിയുടെ കോടാലിയുമായിട്ടാണ്. ഇന്നാ നിന്റെ കോടാലി എന്ന് പറഞ്ഞു. അപ്പൊ വിറകുവെട്ടുകാരൻ പറഞ്ഞു, ഏയ് എനിക്ക് വേണ്ട, ഇതെന്റെ കോടാലിയല്ല, എനിക്കെന്റെ കോടാലി മാത്രം മതി, എനിക്കെന്റെ കോടാലി ഇതാ, എനിക്കെന്റെ കോടാലി മാത്രം മതി. അങ്ങനെ ദേവത കോടാലിയും കൊണ്ടേക്കടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടങ്ങനെ നിന്നു. ദേവത അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് പൊങ്ങി ഒരു വെള്ളിയുടെ കോടാലിയുമായിട്ട്. അങ്ങനെ വിറകുവെട്ടുകാരോട് പറഞ്ഞു, ഇന്നാ നിന്റെ കോടാലി എന്ന് പറഞ്ഞു. വിറകുവെട്ടുകാരൻ നോക്കിച്ചു, അയ്യോ ഇതെന്റെ കോടാലിയല്ലെന്ന് പറഞ്ഞു. എനിക്കെന്റെ കോടാലി മതി, എനിക്കെന്റെ കോടാലി മതി എന്നും പറയാൻ തുടങ്ങി ഒരു കരച്ചില്. അങ്ങനെ ദേവത കുറെ നേരം അയാക്കടെ മുഖത്തിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഒറ്റ മുങ്ങി വെള്ളത്തിലോട്ട്. പിന്നെ ഇങ്ങോട്ട് പൊങ്ങിങ്ങാട് വന്നത് ഇയാക്കടെ കോടാലിയുമായിട്ടാണ്. അപ്പൊ ഇയാൾക്ക് സന്തോഷമായി. അങ്ങനെ അയാൾ പറയും, ഇതാണ് എന്റെ കോടാലി, എനിക്ക് ഈ കോടാലി മാത്രം മതി, എനിക്ക് വേറെ ഒരു കോടാലിയും വേണ്ട. ഉടനെ ആ കോടാലി മേടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയാൾ നല്ല ഹൃദയത്തിൽ വെടിപ്പുള്ള മനുഷ്യനാണ്. സത്യസന്ധനായ മനുഷ്യനായതുകൊണ്ടാണല്ല അയ്യാക്കടെ കോടാലി മാത്രം മേടിച്ചത്. ദേവത പറഞ്ഞേ, നിന്റെ സത്യസന്ധത കൊണ്ട് മാത്രമായിട്ടാണ് നിനക്ക് ഞാൻ സ്വർണത്തിന്റെയും വെള്ളിയുടെയും സ്വന്തം കോടാലി നിനക്ക് സമ്മാനമായിട്ട് തന്നത്. അങ്ങനെ അയാൾക്ക് 3 സമ്മാനമായിട്ട് കൊടുത്തത്. ഇതെനിക്കറിയാവുന്ന കഥ ഞാൻ കേട്ടിരുന്നേ ഉള്ളൂ. എനിക്കറിയില്ല കേട്ടോ. ആഹാ, അപ്പൊ ഈ കഥ നിനക്കറിയാവല്ലേ? എന്നാലേ നീ തോക്കിന്റെ അകത്തേറി വെടിവെക്കാൻ നിക്കല്ലേ. ഈ വിറകുവെട്ടുകാരുടെ വേറൊരു കഥ എനിക്കറിയാമാ? ഇല്ല. ആ, അന്നാ ഞാൻ പറഞ്ഞുതരാം. അമ്മൂമ്മയുടെ ഒരു കഥ തുടങ്ങിയിട്ടുണ്ട്. അത് കേൾക്കാനായിട്ട് മക്കളും. അമ്മയുടെ കഥഭ്രാന്തും മകന്റെ കവിത ഭ്രാന്തും. ഇതിന്റെ ഇടയിൽ കിടന്ന് ഞാൻ, എന്റെ ദൈവമേ. എന്നാലേ ഈ വിറകുവെട്ടുകാരൻ ആലുവ ശിവരാത്രിക്ക് ഭാര്യയുടെയും കൊണ്ടുപോയി. അയ്യാക്കളെ ഭാര്യയെ കൈവിട്ടുപോയി. ഇയാളവിടെ മുഴുവനും കറങ്ങി നടന്നു. എന്റെ ഭാര്യനെ കണ്ടോ, എന്റെ ഭാര്യനെ കണ്ടോ, എന്റെ ഭാര്യനെ കണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവിടെ ഒരു ദേവത പ്രത്യക്ഷപ്പെട്ടു. ഉടനെ ദേവത അവിടെ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ നയൻതാരനെ കൊണ്ടൊന്ന് കാണിച്ചു കൊടുത്തു. ഇതാണാ നിന്റെ ഭാര്യ എന്ന് ചോദിച്ചു. ഉടനെ അയാൾ പറഞ്ഞു, അതെ ഇതാണ് എന്റെ ഭാര്യയെന്ന്. ഉടനെ ദേവത ചോദിച്ചു, എടാ ഇവന് സത്യസന്ധതയല്ല നഷ്ടപ്പെട്ടു പോയോന്ന്. ഉടനെ അയാൾ പറയടേ, എന്റെ സത്യസന്ധത ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ആദ്യം എന്നെ നയൻതാരനെ കാണിച്ചു, പിന്നെ കനകനെ കാണിക്കും, പിന്നെ 3ാമത് എന്റെ ഭാര്യനെയും കാണിക്കും. ഈ 3നെയും കൂടി താങ്ങാൻ എന്നെ കൊണ്ട് പറ്റിയല്ല. അതുകൊണ്ട് പറഞ്ഞു പോയതാണേ. എനിക്ക് അന്ന് തന്ന സമ്മാനം പോലെ ഇന്ന് ഈ 3എണ്ണത്തിലും തന്നാൽ എങ്ങനെ അറ്റെടുക്കാനാ? ഒരെണ്ണത്തിനെ തന്നെ പോറ്റാനുള്ള വേടാപ്പാട് എനിക്കറിയാം. 3എണ്ണത്തിലും തന്ന ഞാൻ എന്ത് ചെയ്യും? കഥയും കവിതയൊക്കെ ആസ്വദിക്കാനുള്ളതാ. പക്ഷെ ആ പേരും പറഞ്ഞിട്ട് ഒരു പണിയും ചെയ്യാണ്ടിരുന്നാൽ എന്താ ചെയ്യാ? ഇന്നത്തെ പുതിയ കവിത എന്താണാവോ? ചേച്ചി, കുപ്പിയും പാട്ടയും വല്ലതും കൊടുക്കാനുണ്ടോ? ചേച്ചി, കുപ്പിയും പാട്ടയും വല്ലതും കൊടുക്കാനുണ്ടോ? ആരാ വിളിച്ചു പോകുന്നേ? എന്താ വേണ്ടേ? ചേച്ചി, കുപ്പിയും പഴയ പേപ്പറും കൊടുക്കാനുണ്ടോ? ഞാൻ സ്ഥിരമായി ഇവിടെയൊക്കെ വന്നു പോകുന്നതാ. അങ്ങനെയാണെങ്കിൽ കുറച്ച് കുപ്പിയും പേപ്പറും ഒക്കെ ഉണ്ട്, പുറകുവശത്താ. അല്ല, ഇവിടെ നിന്നിരുന്ന ആ സ്ത്രീ എങ്ങോട്ട് പോയി? പുറവശത്തും കാണുന്നില്ല, ഇവിടെയും കാണുന്നില്ല. നമുക്കെന്താ നഷ്ടം? നമുക്കൊന്നും വേണ്ട.
അങ്ങ് ദൂരെ കടത്തി കളയാന്നേ. നമുക്ക് കുറച്ച് ചില്ലറയും കിട്ടുമല്ലോ. അവളുമാര് വരുന്നുണ്ടാ. ഇന്നും കൊടുക്കല്ലേ? നമുക്കുള്ള കോൾ ഇപ്പൊ തരും. അത് ഉപയോഗിക്കുമ്പോൾ ഒരു സുഖേ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഹലോ, ഹായ്, എവിടെ? തരാം, ധൃതി വെക്കല്ലേ. അങ്ങ് ദൂരെ പോകണ്ടേ? അതെവിടെയാ? പിന്നെ ദൂരെ നാട്ടിപ്പോ പേടിച്ചു പോയോ? ദൂരെന്ന് പറഞ്ഞത് എന്റെ അടുത്തേക്ക്. ഓ, അതായിരുന്നല്ലേ, ഞാൻ പേടിച്ചു പോയി. നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ സന്തോഷിപ്പിക്കും. എന്താ സന്തോഷിക്കണ്ടേ? അശ്ശോ, ഇനി എന്തൊക്കെയാവൂ? സമ്മാനം എന്നാ 3 പേരും കൂടി പങ്കിട്ടെടുത്തു. വീട്ടിലാരും കണ്ടിട്ടില്ലല്ലോ അല്ലേ? ഇല്ല. ഇതിനെന്താടോ ഒരു പോം വഴി? എന്തു പോകാൻ വഴി? ഈ ടീമിനെ അങ്ങനെ വിട്ടാ പറ്റില്ല. എന്നാ ചേട്ടൻ എന്തെങ്കിലും വഴി പറ. നമ്മുടെ ശ്യാമേട്ടനെ വിളിച്ചാലാ? അത് ശരിയാ, പുള്ളി ഇപ്പൊ എവിടെയായിരിക്കും? നിനക്കൊക്കെ ഗുണ്ടായിസം കാണിക്കണം അല്ലടാ. നിനക്കൊന്നും എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. സാർ, തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കണം, തെറ്റുപറ്റിപ്പോയി. ഇനി ഒരു കുഴപ്പം ചെയ്യില്ല സാറേ, ഒരു കാര്യത്തിൽ നിൽക്കില്ല സാറേ, ക്ഷമിക്കണം സാർ, പ്ലീസ്. ഇതിനു മുമ്പേ നിനക്കൊക്കെ എന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു കുഴപ്പം ചെയ്യില്ല സാറേ, ക്ഷമിക്കണം സാറേ, ഇനി ഒന്നും ചെയ്യില്ല സാർ. ഉറപ്പാണോടാ? ഒന്നും ചെയ്യില്ല സാർ. ദേ ദേ ശ്യാമേട്ടൻ. ശ്യാമേട്ടൻ. ഹായ് മക്കളെ. എന്തുണ്ട് മക്കളെ? കൊറേ പറയാനുണ്ട്. അതിനെന്താ, ഞാനുണ്ടല്ലോ നിങ്ങളുടെ കൂടെ. മാൻമിഴിയാളുടെ തേൻമൊഴി കേട്ടു ഞാൻ. നീ വരൂ, നീ വരൂ, നീ വരൂ, നീ വരൂ. വരാനിപ്പോ സമയമില്ല. എനിക്ക് അടുക്കളയിൽ കുറെ പണിയുണ്ട്. എന്താ പറഞ്ഞത്? മാൻമിഴിയാളുടെ തേൻമൊഴി കേട്ടുന്നോ? മാൻമിഴിയാളുടെ തേൻമൊഴി കേട്ടു ഞാൻ എന്നാ പറഞ്ഞത്. മൊഴിയല്ല, നല്ല മടിയാണെന്ന് എനിക്കറിയാലോ. ഇത് വലിയ കഷ്ടാണ്ടാ. എന്ത് ചെയ്യാനാണ്? ഇതിന് വഴി നമ്മുടെ ശ്യാമേട്ടൻ തന്നെയാ. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല സാറേ. യുവന്മാർക്കെതിരെ ഓരോ പ്രദേശത്തുള്ളവരും കൊച്ച കെട്ടി ഇറങ്ങണം. യുവന്മാരെയൊക്കെ തുരത്താൻ പറ്റും, അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇപ്പോഴത്തെ കാലത്തെ ഒരേ പ്രശ്നങ്ങൾ തുടങ്ങിയേക്കണ്. സ്റ്റിക്കറിന്റെ ആൾക്കാർ ഒരു വഴി, മയക്കുമരുന്നിന്റെ ആൾക്കാർ മറ്റൊരു വഴി. ഇതെന്താണ് ചെയ്യണത്? എടാ, ശ്യാമിന്റെ ഇടപെടലില്ലേ, അതൊരു 1.5 ഇടപെടലാണ്. അതാണ് എന്റെ ആശ. അത് ശരിയാ, എന്ത് പറഞ്ഞാലും അവൻ എല്ലാത്തിലും ഇടപെടുന്ന ആളാ. എന്താ ഇവിടെ എല്ലാവരും കൂടി കൂടി നിൽക്കുന്നത്? ഇവിടെ സ്റ്റിക്കർ പ്രശ്നം ഉണ്ടായോ? ഉണ്ടോന്നോ? ഇതാ ഇങ്ങോട്ട് നോക്ക്. അവന്മാരുടെ ഒരു സ്റ്റിക്കർ. ഇതിനെതിരെ പഞ്ചായത്തിൽ നിന്നും ശക്തമായ നടപടി ഉണ്ടാവും. നിങ്ങൾ ധൈര്യപ്പെട്ടിരിക്കും. ഞങ്ങൾക്കത് മതി. അമ്മ, എനിക്ക് കുറെ പഠിക്കാണ്ടട്ടാ. പോയിരുന്ന് പഠിച്ചോ. അവന്മാരോട് മിണ്ടായിരിക്കാൻ പറയണോട്ടാ. ദേ ചേട്ടാ, അമ്മാരെന്നെ കൈ കയറി പിടിച്ചേക്കണ്ട. പണ്ടാരങ്ങൾ പിടിവിട്ടു പോയല്ല. അത് നമുക്ക് പിടിക്കാം. നമ്മൾ ഇതുവരെ എത്ര എണ്ണത്തിന് പിടിച്ചിട്ടുള്ളോ? സ്റ്റിക്കർ ഒട്ടിച്ചൊട്ടിച്ച് അടുത്തു. അവന്മാര് കൂട്ടായിട്ട് വരുന്നുണ്ടാ, നമുക്ക് വിട്ടുകളയാ. ഇവന്മാര് പിള്ളേരെ പിടുത്തക്കാരെ തന്നെയാണ്. ഇവന്മാരെ അങ്ങനെ വിട്ടാലൊന്നും പറ്റൊന്നുമില്ല. ശ്യാമേട്ടനൊരു പണിയായിണ്ട്. അത് ശരിയാ. അച്ഛന്റെ ഇന്നത്തെ കവിത നമുക്ക് കേൾക്കാം. പ്രഭാതം പൊട്ടിവിരിയുന്നു. ഇതെന്താ, പ്രഭാതം ബോംബാണോ? എന്നാ പോട്ടെ. തത്സമയം ഇളങ്കാറ്റാഞ്ഞു വീശുന്നു. എപ്പോഴാ? എവിടെയാടാ? ഇവിടെയല്ല, കവിതയിലേ. ഇളങ്കാറ്റ് എവിടെയാടാ ആഞ്ഞു വീശണത്? നിന്റെ കവിത കൊണ്ട് അട്ടപ്പിക്കൊണ്ടേ വേടാ. ഓലമടലുകൾ ഈ ശൂംബോ. എവിടാ ബോ? എന്താണ് വെച്ചാ ഈ ഷൂംബോ? ഈ എന്ന് പറഞ്ഞാൽ ഓലമടലുകൾ ഇളകി. അങ്ങനെ ഉണ്ടായ? ഷൂ എന്ന് പറഞ്ഞാൽ കാറ്റത്ത് വീശി താഴത്തേക്ക് അങ്ങോട്ട് പോരും. ആ. പിന്നെ വന്ന് വീണതോ ഒരു പശുവിന്റെ മേത്തേക്ക്. ബോയെന്ന് പറഞ്ഞാൽ അതൊരു പശുവിന്റെ കരച്ചിലായിരുന്നേ. കാരണം എടാ, അത് താഴത്തേക്ക് വീണത് പശുവിന് തലയെടുക്കല്ലേ. ഓ, കഷ്ടം. അയ്യോ,
അയ്യോ അയ്യോ മാല മാല അയ്യോ എന്റെ മാല പൊട്ടിക്കണേ എന്റെ മാല പൊട്ടിക്കണേ എന്റെ മാല എന്റെ മാല അയ്യോ നന്ദിയുണ്ട് സാർ എന്റെ മാല കിട്ടിയതിന്. ഇതെന്റെ കടമയാണ്. കല്യാണം കഴിഞ്ഞ കാലം മുതൽ ശ്രദ്ധിച്ചെങ്കിൽ ഇവൻ വല്ല വ്യാഴക്കം പോയാനെ. അമ്മയുടെ മോനല്ലേ, അമ്മയ്ക്കും ആയിക്കൂടെ? ഞാൻ എത്ര പറഞ്ഞു നോക്കിയതാ, നിനക്കറിയാല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അമ്മാമ്മയും അമ്മയും കൂടെ അച്ഛനെ കുറ്റപ്പെടുത്തരുത്. അമ്മോ, കുറ്റം കൊണ്ടാ നിന്റെ അച്ഛൻ ഇപ്പൊ കുത്തിയിരിക്കണത്. ചുമ്മാതാടാ. മക്കളെ, ശ്യാമേട്ടൻ നമ്മുടെ ഭാഗ്യാണ്. പിന്നല്ലാണ്ട് ഇതെന്താണ് ബ്രാലി വെടക്കണ പോലെ? ഇതാണ് ബോഡി ഫിറ്റ്നസ്. ഇതിനെക്കുറിച്ച് പിന്നീട് പറഞ്ഞത്. അങ്ങനെ അമ്മ ഒരു ബിസ്ക്കറ്റ് തരാൻ പറഞ്ഞു. അതിനകത്തൊരു കിളിന്ത് കൊച്ചുണ്ട്, വേഗം കൈകാര്യം ചെയ്തു. പന്തികേടാണല്ലോ. എന്തൊരു പ്രശ്നം ഇവിടെ? എന്താടാ? സ്റ്റാൻഡിഡ് ബൈക്കിന്റെ. ആ, എന്തോ സംഭവം ഉണ്ടല്ലോ അച്ഛനെ. എന്താ പരിപാടി? അവിടെ നോക്കാം അച്ഛനെ. അവിടെ അവിടെ അവിടെ. ആ, എന്താടാ ഇത്? എന്താടാ ഇത്? അറിയാൻ പറ്റിയ നിന്ന നിന്ന നിന്റെ ചേച്ചി എന്താ മോനെ? ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാട്ടാ? നമ്മുടെ മകള് ഇങ്ങനെ ഒരു കുടുക്കിൽപ്പെടുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എല്ലാം നിന്റെ ശ്രദ്ധക്കുറവുണ്ടാ. നിങ്ങൾക്ക് അതിലൊരു പങ്ക്. ഇതിപ്പോ കുയിലിന്റെ കൂട്ടില് കാക്ക മുട്ടയിട്ടത് പോലെയുണ്ട്. മോള് വാതിലടച്ചിട്ട് പഠിക്കുമ്പോ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് നിന്നോട് ഞാൻ പറയാറുണ്ടായിരുന്നു. അവള് വലിയ പഠിത്തക്കാരത്തെയാണെന്നല്ലേ നീ എപ്പോഴും പറഞ്ഞിരുന്നത്. സമയം ഒട്ടും വൈകിട്ടില്ലമ്മേ. നല്ലൊരു കൗൺസിലിംഗ് നടത്തി എന്റെ മോളെ ഞാൻ നേരേക്കെടുക്കും. നിന്റെയൊക്കെ ഒരു കോലം. പാവപ്പെട്ട കുട്ടികളെ നിനക്കൊക്കെ തട്ടിക്കൊണ്ടു പോണം അല്ലടാ? അച്ഛനെ കോട്ട് ഒന്ന് വൃത്തിയാല. ഒന്ന് പോടാ, നിന്റെ ഒരു കൊട. ഇവനൊക്കെ നേരെ പോലീസ് സ്റ്റേഷൻ. നിന്റെ ഒരു കരച്ചില്. കയ്യിലെടുക്കാൻ നമുക്ക് അവകാശമില്ല. നമുക്ക് വേറെ പോലീസിനെ ഏൽപ്പിക്കാം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നല്ല പിഞ്ചോമന കുഞ്ഞുങ്ങളാണ് നീയൊക്കെ തട്ടിക്കൊണ്ടു പോയത്. നീയൊന്നും മാപ്പറിയിക്കണില്ല. പണത്തിന്റെ പൊരുവൊക്കെ നിന്റെ പുറകിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്നും നടക്കിയല്ല. സാറ് പറഞ്ഞതാണ് ശരി. അതുകൊണ്ടേ ഞങ്ങൾ നിയമം ഒന്നും കയ്യിലെടുക്കണില്ല. അപ്പൊ നമ്മുടെ ജിയമോളെ പിടിച്ചവരെയും എന്നെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചവരെയും ശ്യാമേട്ടൻ കൈകാര്യം ചെയ്തത് നന്നായി. അതല്ലടാ നമ്മുടെ ശ്യാമേട്ടൻ. നമ്മളൊരു ഗ്രൂപ്പായിട്ട് നിന്നാലേ ഇനിയും പലതും കൈകാര്യം ചെയ്യാം. നിനക്ക് വല്ലതും പറയാനുണ്ടോ? അല്ല, ഈ പോലീസ് വന്ന് ഗുണ്ട വീണാലും ഗുണ്ട വന്ന് പോലീസിൽ വീണാലും കേട് ഗുണ്ടക്കാണല്ലോ. നിജം ചപ്പതേ നമ്മറു. എന്താ പറഞ്ഞത്? സത്യം പറഞ്ഞ ആരും വിശ്വസിക്കൂലെന്ന്. എടാ മക്കളെ, എവിടെ ചെന്നാലും പീഡനം 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 അതേ ഉള്ളു. അവന്മാരെ എന്ത് ചെയ്യണം? കുഴികുത്തി മൂടണം. എന്റെ കെട്ടിയാൻ ഇല്ലാതെ പോയി. ഞാനും എന്റെ കെട്ടിയാനും പട്ടാളക്കാരുമായിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടു. യുദ്ധം നടക്കുമ്പോൾ ഞങ്ങളുടെ വീട് അവര് ചുറ്റി. അയ്യോ, ഞങ്ങളെ വെടിവെക്കാനായിട്ട് അവർക്ക് പറ്റണ്ടേ? പറ്റില്ല. ആ, എന്റെ കെട്ടിയാന്റെ കയ്യിലേ ഡബിൾ ബാര തോക്കായിരുന്നു. അതിനേക്കാളും വല്ല വെടിവീരനല്ലേ. ആ, അതും അമ്മൂമ്മയുടെ ഒരു കഥയല്ലേ? നമ്മുടെ ഈ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. സ്വാഗതം പറയുന്നതിന് വേണ്ടി കെനിയ സാറിനെ ക്ഷണിക്കുന്നു. സഹൃദയരെ, നിങ്ങൾക്കേവർക്കും ഈ ചടങ്ങിലേക്ക് സ്വാഗതം. നാം ഇന്ന് ഏറെ സന്തോഷത്തിലാണ്.
നമ്മുടെ സ്കൂളിന്റെയും നാടിന്റെയും അഭിമാനമായ ജസ്വിൻ, ജുവാൻ എന്നീ മിടുക്കന്മാരായ വിദ്യാർത്ഥികൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിദ്യാർത്ഥികളാണ്. ഇവരെ അനുമോദിക്കുന്ന വേദിയാണിത്. ഈ മഹത്തായ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമാൻ സുധീർ സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയ സഹപ്രവർത്തകരെ, സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, ജുവാനും ജസ്വിനും സാമൂഹ്യ സേവനം കൊണ്ട് അവരാൽ കഴിയുന്ന പ്രവർത്തനങ്ങളിലൂടെ ഇന്ന് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഗുണ്ടാ സംഘങ്ങളെയും മയക്കുമരുന്ന് മാഫിയകളെയും നിലക്ക് നിർത്തുകയും അവരുടെ ശ്യാമേട്ടൻ എന്ന ശ്യാമിനെയും ഉപയോഗപ്പെടുത്തി ശക്തമായി പ്രതിരോധിച്ചു. നമ്മുടെ എല്ലാം പ്രിയം നിറഞ്ഞ കൊച്ചുമിടുക്കന്മാരെ ഞാൻ അനുമോദിക്കുന്നു. പ്രിൻസിപ്പൽ സുധീർ സാറിനെയും ധീരന്മാരായ ജുവാൻ, ജസ്മിൻ എന്നീ കുട്ടികളെയും ക്ഷണിക്കുന്നു. അച്ഛനെ ഈ കൊടയൊന്ന് നിവൃത്തിയാല. ഓ, നിനക്ക് ഇവിടെയും കുട വേണമല്ലേ? വേണ്ട അല്ലേ? ശ്യാമിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.